ഹായ് മക്കളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡി എ വണ്ടർ ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹ്യൂമൻ ബോഡിയെ പറ്റിയാണ്. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ശരീരത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഡൈജഷനെ പറ്റിയും ദഹനത്തിനെ പറ്റിയും റെസ്പിറേഷനെ പറ്റിയുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക, അതൊക്കെ തന്നെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ഓൾ ലിവിങ് ഓർഗാനിസം നീഡ് ഫുഡ്. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം ആവശ്യമാണ്. ഫുഡ് ആൻഡ് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് വാരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. ഭക്ഷണവും അത് കിട്ടുന്ന രീതിയും ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് വ്യത്യസ്തമാണ്. റാബിറ്റ്സ് ഈറ്റിംഗ് ടെൻഡർ ഗ്രാസ്, parrots pecking at and flying away with the grain, snakes swallowing rats, bears climbing trees to gobble up the honey-laden combs. അപ്പോൾ പലതരം ഭക്ഷണ രീതികളെ പറ്റിയാണ് അവിടെ പറയുന്നത്. പല മൃഗങ്ങളും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതിനെ പറ്റിയാണ് അവിടെയുള്ളത്. റാബിറ്റ്സ് പച്ചപ്പുല്ല് തിന്നുന്നതും, പാരറ്റ്സ് ചെറിയ ചെറിയ അരിമണികളും മറ്റും ഗ്രെയിൻസും ധാന്യങ്ങളെല്ലാം പിറക്കി തിന്നുന്നതും, അത് തിന്നതിന് ശേഷം പറന്നു പോകുന്നതും, ചെറിയ പാമ്പുകളും വലിയ പാമ്പുകളും എല്ലാം ചേർന്ന് റാറ്റ്സിനെ തിന്നുന്നതും എലികളെ തിന്നുന്നതും, എങ്ങനെ പല മൃഗങ്ങളും ഭക്ഷണം കഴിക്കുന്ന രീതികളെ പറ്റിയാണ് ആദ്യത്തെ പാരഗ്രാഫിലുള്ളത്. Having you observed the diverse food of organism around you and the method they adopt and collect it, complete a list of the organisms you have observed and their respective food present in the classroom. അപ്പോൾ നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. നിങ്ങൾ കണ്ടിട്ടുള്ള മൃഗങ്ങളും അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അടുത്ത പേജ് നോക്കാം. അപ്പോൾ നോക്കിയാൽ ലിസ്റ്റ് നോക്കാം. കൗ കഴിക്കുന്ന എന്താണ്? ഗ്രാസ്. ഗോട്ട്, ആട് കഴിക്കുന്ന എന്താണ്? ഇലകൾ. ലീവ്സ്, ക്യാറ്റ് കഴിക്കുന്നത് മൈസ്, ചെറിയ എലികളെയാണ്. ബിയർ കഴിക്കുന്നത് എന്താണ്? ഹണി. കരടി കഴിക്കുന്നത് തേനാണ്. റാബിറ്റ് എന്തിനെയാണ് കഴിക്കുന്നത്? ക്യാരറ്റിനെയൊക്കെ കഴിക്കും. അടുത്ത് ഹ്യൂമൻസ് എന്തിനെയാണ് കഴിക്കുന്നത്? വേവിച്ച അരിയൊക്കെയാണ് ഹ്യൂമൻസ് കഴിക്കുന്നത്. ചോറാണ് ഹ്യൂമൻസ് കഴിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ജീവജാലങ്ങളും കൂടി ആഡ് ചെയ്ത് ഈ ലിസ്റ്റ് വലുതാക്കാനാണ് പറയുന്നത്. അത് നിങ്ങളുടെ നോട്ടിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ന്യൂട്രീഷൻ എന്നാണ്. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. അപ്പോൾ ഭക്ഷണം ലഭിക്കുന്നതിനെയും അതിനെ എങ്ങനെയാണ് ഒരു ജീവി ഉപയോഗപ്രദമാക്കുന്നത് എന്നുള്ളതിനെയുമാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷൻ എന്താണ്? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. Every organism obtains the energy necessary for its vital activities from their food. ഏതൊരു ജീവിക്കായിരുന്നാലും അവർക്ക് വേണ്ട എനർജി ലഭിക്കുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. ഹൗ ഈസ് ദ ഇൻജസ്റ്റഡ് ഫുഡ് യൂട്ടിലൈസ്ഡ് ബൈ ഓർഗാനിസം. എങ്ങനെയാണ് നമ്മൾ ഇൻജഷൻ മീൻസ് നമ്മൾ കഴിക്കുക, വായിലേക്ക് നമ്മൾ കൊടുക്കുക ഭക്ഷണം. അപ്പോൾ നമ്മൾ വായിലേക്ക് നമ്മൾ വെച്ച ഭക്ഷണം എങ്ങനെയാണ് അവസാനം എനർജിയായി ഓരോ ഓർഗാനിസംസും ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദഹനം നടത്തുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്നും കഴിച്ച ശേഷം എന്ത് സംഭവിക്കുന്നതെല്ലാം അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇൻജഷൻ. ദർ ആർ 5 stages in nutrition. ന്യൂട്രീഷനിൽ 5 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേരാണ് ഇൻജഷൻ എന്ന് പറയും. ദ ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദ മൗത്ത്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ഫുഡ് ഇൻ ദ മൗത്ത്. അപ്പോൾ ഭക്ഷണം നമ്മൾ ആദ്യം വായിൽ വെക്കുന്നു, അതിനെയാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഒരുപാട് മാറ്റങ്ങൾ ഭക്ഷണത്തിനുണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻജഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് നമ്മൾ വായിൽ വയ്ക്കുന്നതിനെയാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഫുഡ് നമ്മൾ വായിൽ വച്ച ശേഷം ഉണ്ടാകുന്നത്? അത് സലൈവയായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഫുഡ് ചെറിയ ചെറിയ പീസായിട്ട് ബ്രോക്ക് ആവും. അതായത് ചെറിയ ചെറിയ പീസുകളായിട്ട് മാറും. ആദ്യം ഉണ്ടായിരുന്ന നമ്മൾ വലിയൊരു ചോറൊക്കെ നമ്മളെടുത്ത് വെക്കുമ്പോൾ അത് ചോറ് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മാറ്റും ടീത്തിൻ്റെ സഹായത്തോടു കൂടി. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലിപ്സ്, ടങ് ആൻഡ് ടീത്ത് ഇൻ ഇൻജഷൻ. അപ്പോൾ നമ്മുടെ വായാണ് ഇൻജഷൻ്റെ പ്രധാനമായ ഭാഗം. നമുക്കറിയാം, വായിലേക്ക് നമ്മൾ ഫുഡ് വയ്ക്കുന്നതിനെയാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിപ്സിൻ്റെയും ടങ്ങിൻ്റെയും ടീത്തിൻ്റെയും റോൾ എന്താണ് ഇൻജഷനിൽ? ടീത്ത് ഹെൽപ്പ് ഇൻ ഗ്രൈൻഡിങ് ഫുഡ് പാർട്ടിക്കിൾ. ടീത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ചെറുതാക്കി മുറിക്കാനായിട്ട് സഹായിക്കുന്നു, അതിനെ അരയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. നമ്മൾ ഫുഡ് നല്ല പേസ്റ്റ് പോലെയല്ലേ ആകുന്നത്, അതിന് കാരണം പല്ലാണ്. ടങ് എന്തിനാണ് സഹായിക്കുന്നത്? ടങ് ഫുഡിനെ ബോളുകളാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. ടങ്ങും നാക്കും അണ്ണാക്കും ചേർന്നാണ് ഭക്ഷണത്തിനെ എന്തായിട്ട് മാറ്റുന്നത്? ചെറിയ ചെറിയ ബോൾസുകളാക്കി മാറ്റുന്നത്.
ഇനി ടീത്ത് നമുക്ക് നോക്കാം. ടീത്ത് ആർ യൂസ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഈസ് സ്യൂട്ടബിൾ ഫോർ ബൈറ്റിംഗ്, ച്യൂവിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. അപ്പോൾ പല്ല് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിനെ ചെറുതാക്കി മാറ്റാനും അതിനെ നന്നാക്കി അരയ്ക്കാനുമാണ് നമ്മളെ സഹായിക്കുന്നത്. ടീത്ത് എന്ന് പറയുമ്പോൾ പലതരം പല്ലുകളുണ്ട്. അപ്പോൾ ചില പല്ലുകൾ നമ്മളെ കടിച്ച് പൊട്ടിക്കാനും, ചില പല്ലുകൾ നമുക്ക് നന്നായിട്ട് ചവച്ചരയ്ക്കാനും, ചില പല്ലുകൾ നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാനും പല പല ആവശ്യങ്ങൾക്കാണ് ഓരോ പല്ലുകളും നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ആ പിക്ചർ ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെ പല്ല് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനാമലും കാണിച്ചിട്ടുണ്ട്. ഇനാമൽ എന്ന് പറയുമ്പോൾ പല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. അത് മനുഷ്യ ശരീരത്തിലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതായത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള സാധനമാണ് ഇനാമൽ എന്ന് പറയുന്നത്. അത് പല്ലിൻ്റെ പുറത്തെ കവറിങ്ങിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ പല്ലിനെ പുറത്ത് വൈറ്റ് കളറിൽ ഇരിക്കില്ലേ, അതിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇനി മിൽക്ക് ടീത്തും പെർമനൻറ്റ് ടീത്തും ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 14, 13, 12 വയസ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടീത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ടീത്ത് വെച്ചിട്ടാണോ നിങ്ങൾ ജനിച്ചത്? അല്ല, ഇത് നിങ്ങൾക്ക് ഒരു തവണ പല്ല് പൊഴിഞ്ഞു പോയിട്ട് വീണ്ടും വന്ന പല്ലുകളാണല്ലേ ഇത്. കൊഴിഞ്ഞു പോയായിരുന്നല്ലോ നിങ്ങൾക്ക് പല്ല്. ആ കൊഴിഞ്ഞു പോയ പല്ലിനെയാണ് മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും പുതുതായി ഉണ്ടായ പല്ലിനെയാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. ഡു യു സ്റ്റിൽ ഹാവ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്? അതായത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ പല്ലുകളാണോ ഇപ്പോഴും ഉള്ളത്? അല്ല. വിൽ ആൻ ഇൻഫൻറ്റ്സ് ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ലാസ്റ്റ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്? അതായത് ഒരു കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ പല്ലുകൾ ഉണ്ടാവും. അത് തന്നെയാണോ അവരുടെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടായിരിക്കുന്ന പല്ലുകൾ? അല്ല. അത് മാറി പിന്നീട് പെർമനൻറ്റ് ടീത്ത് വരും. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് മിൽക്ക് ടീത്തിനെയും പെർമനൻറ്റ് ടീത്തിനെയും പറ്റിയാണ്. ഇൻ ഇൻഫൻറ്റ്സ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. അപ്പോൾ 6 മാസങ്ങളൊക്കെ ആകുമ്പോഴാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക്, ചെറിയ ബേബീസിന് പല്ലുണ്ടാകാൻ തുടങ്ങുന്നത്. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. ഇതിനെയാണ് പാൽ പല്ലുകൾ, മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് അപ്പർ ആൻഡ് ലോവർ ജോസ്. അപ്പോൾ മുകളിലും താഴെയുമായിട്ട് 10 പല്ലുകളാണ് ഉണ്ടാകുന്നത്. അതായത് മുകളിൽ 10 പല്ലുകളും താഴെ 10 പല്ലുകളും ആണ് ഉണ്ടാകുന്നത് ചെറിയ ബേബിക്ക്. അപ്പോൾ മുകളിൽ 10ഉം താഴെ 10ഉം ചേർന്ന് മൊത്തം 20 മിൽക്ക് ടീത്താണ് ഉള്ളത്. അത് കഴിഞ്ഞ് പെർമനൻറ്റ് ടീത്താണ് നമുക്ക് പഠിക്കേണ്ടത്. പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുമ്പോൾ ഈ മിൽക്ക് ടീത്ത് കൊഴിഞ്ഞു പോയതിനു ശേഷം പുതുതായിട്ട് നമുക്ക് പല്ലുകൾ ഉണ്ടാകും. അതിനെയാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. പെർമനൻറ്റ് ടീത്ത് നഷ്ടപ്പെട്ടു പോയാലോ നമുക്ക് പുതിയ പല്ലുകൾ ഉണ്ടാകില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോഴാണ് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ പെർമനൻറ്റ് ടീത്ത് കൊഴിഞ്ഞു പോയാൽ നമുക്ക് വേറെ പല്ലുകൾ ഉണ്ടാകില്ല. നമുക്ക് പഠിക്കേണ്ടത് ടങ്കിനെ പറ്റിയാണ്. ദ ഫുഡ് വി ഈറ്റ് ആർ ദേ ദ സെയിം? സം ആർ ലാർജ് ആൻഡ് ഹാർഡ് വൈൽ സം ആൻഡ് അതേഴ്സ് ആർ സോഫ്റ്റ്. വേരിയസ് ടൈപ്പ് ഓഫ് ടീത്ത് അസിസ്റ്റ് us in ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ്, ചൂയിങ് ആൻഡ് ഗ്രൈൻഡിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഒരുപോലത്തെ ഭക്ഷണങ്ങളല്ല, പലതരം ഭക്ഷണങ്ങളുണ്ട്. ചില ഭക്ഷണങ്ങളെല്ലാം സോഫ്റ്റ് ആണ്, ചില ഭക്ഷണങ്ങളെല്ലാം നല്ല ഹാർഡാണ്. ഇപ്പോൾ ചിപ്സൊക്കെ ആണെങ്കിൽ നല്ല ഹാർഡാണ്, എന്നുള്ളൊരു കേക്ക് ആണെങ്കിൽ സോഫ്റ്റ് ആണ്. ചില ഭക്ഷണങ്ങൾ ചെറുതാണ്, ചിലത് വലിയ ഭക്ഷണമാണ്. അതിന് നമ്മളെ ഒരുപാട് കടിച്ച് മുറിച്ച് ചെറുതാക്കി ശേഷം മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂ. അപ്പം നമുക്ക് ചില ഭക്ഷണങ്ങൾ നമുക്ക് ഒന്ന് കടിച്ചു കൊടുത്താൽ മതി. ചില ഭക്ഷണങ്ങൾ നമുക്ക് ഒരുപാട് നേരം നമ്മൾ വായിലിട്ട് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അങ്ങനെ പലതരം ഭക്ഷണ സാധനങ്ങളുണ്ട്, പലതരം നമ്മൾ കഴിക്കേണ്ട രീതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പലതരം പല്ലുകളും ഇതിനുണ്ട്. നമ്മൾ പഠിക്കുന്നത് 4 തരം പല്ലുകളെ പറ്റിയാണ്. ഇൻസിസേഴ്സ്, കാനൈൻ, പ്രീമോളാർ, മോളാർ. ഒരു വലുതാകുമ്പോൾ ഒരാൾക്ക് 4 തരം പല്ലുകളാണ് ഉണ്ടാകുന്നത്. ഇൻസിസേഴ്സ്, കാനൈൻ, പ്രീമോളാർ, മോളാർ. അപ്പോൾ നമുക്ക് ഓരോ പല്ലുകളെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ ഇൻസിസേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇൻസിസേഴ്സിൻ്റെ ഷേപ്പ് നിങ്ങൾ കണ്ടോ? 8 ഇൻസിസേഴ്സ് ഇൻ ഫ്രണ്ട്, 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. അപ്പോൾ മൊത്തം 8 ഇൻസിസേഴ്സ് ആണ് ഉള്ളത്. അതിൽ 4 എണ്ണം മുകളിലും 4 എണ്ണം താഴെയുമാണ്. ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഇൻസിസേഴ്സ് ഉപയോഗിക്കുന്നത് കടിക്കാനും കീറാനുമാണ്. ടിയർ എന്ന് പറയുമ്പോൾ കീറുക, അതിനാണ്. ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കീറിയാണ് കഴിക്കുന്നത്, അല്ലെ പല്ല് വെച്ച് ചിക്കനൊക്കെ പോലെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസിസേഴ്സ് ആണ്. അടുത്ത് കെനൈൻ. കെനൈൻ എന്ന് പറയുമ്പോൾ ഷേപ്പ് കണ്ടോ? അതിൻ്റെ 4 canines adjacent to incisors on both sides, 2 in the upper and 2 in the lower jaws. 4 canines ആണുള്ളത്. ഇൻസിസേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കാണുന്നത്. മൊത്തം 4 canines ഉണ്ട്. മുകളിൽ 2 എണ്ണവും താഴെ 2 എണ്ണവുമാണ് കാണുന്നത്. അതായത് സെൻറ്ററിൽ
8 പല്ലുകൾ, മൊത്തം 8 പല്ലുകൾ, മുകളിൽ 4 പല്ലുകളും താഴെ 4 പല്ലുകൾ, ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന 4 പല്ലുകളാണ് ഇൻസിസേഴ്സ്. അതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് കനൈൻസ് കാണുന്നത്. മുകളിലും 2 എണ്ണം, താഴെയും 2 എണ്ണമാണ്. ഇനി അടുത്ത പ്രീമോളാർ ആണ്. 8 പ്രീമോളേഴ്സ് ആണ് ഉള്ളത്. കനൈൻസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പ്രീമോളേഴ്സ് കാണുന്നത്. 2 സൈഡിലും കാണും. അതുപോലെ തന്നെ ഓരോ സൈഡിലും 2 എണ്ണം വെച്ചിട്ടാണ് കാണുന്നത്. അതായത് മൊത്തം 8 എണ്ണം ഉണ്ട്. മുകളിൽ ഒരു സൈഡിൽ, അതായത് നടുക്ക് ഇൻസിസേഴ്സ് ആണ്. പിന്നെ അതിൻ്റെ അടുത്ത് ഒരു കനൈൻ കാണും. ആ ഒരു കനൈൻ്റെ അടുത്ത സൈഡിലാണ്, അതിൻ്റെ തൊട്ടടുത്താണ് 2 പ്രീമോളാർ കാണുന്നത്. 2 പ്രീമോളാർ ആണ് കാണുന്നത്. മുകളിലും 4 എണ്ണം, താഴെയും 4 എണ്ണം. അങ്ങനെ മൊത്തം 8 പ്രീമോളേഴ്സ് ആണുള്ളത്. പ്രീമോളേഴ്സ് നമുക്ക് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്, ഭക്ഷണങ്ങളെ ചവയ്ക്കാനും അരയ്ക്കാനുമാണ് നമുക്ക് പ്രീമോളേഴ്സ് ഉപയോഗിക്കുന്നത്. ഇനി മോളാർ എന്ന് പറയുമ്പോൾ മൊത്തം 12 മോളേഴ്സ് ആണുള്ളത്. മുകളിൽ 6ഉം താഴെ 6, അങ്ങനെയാണ് മോളേഴ്സ് ഉള്ളത്. മോളർ നമുക്ക് നേരത്തെ പ്രീമോളറിൻ്റെ കാര്യം പറഞ്ഞ കണക്ക് തന്നെ ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്, നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും അങ്ങ് അറ്റത്ത് കാണുന്നതാണ് മോളാർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഭക്ഷണം ചവയ്ക്കാനും അരയ്ക്കാനുമാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ പിക്ചർ ഒന്നുകൂടി നോക്കാം. നമുക്ക് മൊത്തം 4 ഇൻസിസേഴ്സ് ആണ് താഴെ കാണുന്നത്. അതിൽ ഒരു സൈഡ് നമുക്ക് നോക്കാം. ഒരു സൈഡിൽ 2 എണ്ണം ഉണ്ട്, ഫ്രണ്ടിൽ 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണമാണ് ഇൻസിസേഴ്സ്. അതിൽ നമുക്ക് ഒരു സൈഡ് നോക്കുമ്പോൾ 2 എണ്ണം ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. 2 എണ്ണമാണ് ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സിൻ്റെ തൊട്ടടുത്ത് ഒരു പല്ലുണ്ട്. ആ ഒരു പല്ലാണ് ഒരു സൈഡിലുള്ളത്. താഴെ 2 എണ്ണം ഉണ്ട്. അപ്പുറത്തെ സൈഡിലും കൂടെ ആകുമ്പോൾ 2 സൈഡിലൂടെ 2 എണ്ണം ഉണ്ട്. താഴെ 2, മുകളിൽ 2, അങ്ങനെയാണ് കനൈൻസ് ഉള്ളത്. അപ്പോൾ ഒരു സൈഡ് നോക്കുമ്പോൾ ഒരു പല്ലാണ് കനൈനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പ്രീമോളേഴ്സ് ഉണ്ട്. പ്രീമോളേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് പ്രീമോളേഴ്സ് ആയിട്ട് വരുന്നത്. ഒരു സൈഡിൽ 2 എണ്ണം, താഴെ മറ്റേ സൈഡിലും കൂടി നോക്കുമ്പോൾ 4 എണ്ണം ഉണ്ടാകും. മുകളിലും താഴെയും കൂടി 8 എണ്ണം ഉണ്ടാകും. അത് കഴിഞ്ഞ് പ്രീമോളർ കഴിഞ്ഞ് മോളറാണ്. മോളാർ താഴെ 6 എണ്ണം ഉണ്ട്. ഒരു സൈഡിൽ 3 മോളേഴ്സാണ് ഉള്ളത്. മനസ്സിലായോ? നമ്മൾ പ്രീമോളാറിനെയും മോളാറിനെയും ചേർത്ത് നമ്മൾ മോളാർ എന്ന് പറയാറും ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് എത്ര പല്ലുകളാണ് ഒരു അഡൾട്ടിനുള്ളത്? 32 പല്ലുകളാണുള്ളത്. 8 ഇൻസിസേഴ്സ്, 4 കനൈൻ, 8, 4, 12, പിന്നെ 8 പ്രീമോളാർസ്. അപ്പം 12ഉം 8ഉം 20. പിന്നെ നമുക്ക് 12 എന്തുണ്ട്? മോളേഴ്സ് ഉണ്ട്. അപ്പം 32 പല്ലുകളാണ് നമുക്ക് മൊത്തത്തിൽ ഉള്ളത്. കാർണിവോഴ്സും ഹെർബിവോഴ്സും എല്ലാം ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്ക് അറിയാം. കാർണിവോഴ്സ് എന്ന് പറയുമ്പോൾ മാംസങ്ങളാണ് ഭക്ഷിക്കുന്നത്. ഹെർബിവോഴ്സ് എന്ന് പറയുമ്പോൾ പച്ചിലകളും ചെടികളെയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ പല്ലുകൾക്കും അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും. The canines of carnivores are much developed and it helps in biting and tearing meat. അപ്പം നമ്മളുടെ ഭക്ഷണത്തിനെ കടിക്കാനും വലിച്ചു കീറാനും എല്ലാം സഹായിക്കുന്ന കനൈൻസ് എന്ന പല്ലുകൾ കാർണിവോഴ്സിൽ ഒരുപാട് ഡെവലപ്ഡ് ആയിരിക്കും. കാരണം മനുഷ്യനായിരുന്നാലും ബൈറ്റ് ചെയ്യാനും ടിയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന പല്ലുകളാണ് കനൈൻസ്. എന്നാൽ കാർണിവോഴ്സിൽ മാംസം കഴിക്കുന്ന ആനിമൽസ് കൂടുതലായിട്ട് ഈ പല്ലാണ് ഉപയോഗിക്കുന്നത്. കാരണം അവർ കൂടുതൽ മാംസമാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കനൈൻസ് നല്ല ഡെവലപ്ഡ് ആയിരിക്കും. എന്നാൽ ഹെർബിവേഴ്സിൽ ഇലകൾ ഭക്ഷിക്കുന്ന പച്ചിലകളും അതുപോലെ തന്നെ ചെടികളെയെല്ലാം ഭക്ഷിക്കുന്ന ഹെർബിവേഴ്സിൽ ഇൻസിസേഴ്സ് ആയിരിക്കും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീമോളറും മോളറും ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ്, അവരിൽ കൂടുതൽ ഡെവലപ്ഡ് ആയിരിക്കുന്ന മറ്റ് പല്ലുകളാണ് പ്രീമോളറും മോളറും. ഇൻസിസേഴ്സ് ഇൻ ഹെർബിവേഴ്സ് ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളർ ആൻഡ് മോളർ ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ്. പ്രീമോളറും മോളറും ഭക്ഷണത്തിന് നല്ല പേസ്റ്റ് പോലെ ആക്കാനായിട്ടും സഹായിക്കുന്നു. ആരിൽ? ഹെർബിവോഴ്സിൽ. അപ്പോൾ അവർക്ക് ഇൻസിസേഴ്സ് നല്ല ഡെവലപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ പ്രീമോളേഴ്സും മോളേഴ്സും അവർ ഭക്ഷണത്തിന് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ടും സഹായിക്കുന്നവരാണ്. പല്ല് കേടാകുന്നതിനെയാണ് ടൂത്ത് ഡീക്കേ എന്ന് പറയുന്നത്. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ മസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. നമ്മുടെ പല്ലുകൾ നമ്മുടെ ഭക്ഷണം അരച്ചെടുക്കാനായി ഒരുപാട് സഹായിക്കുന്നു. ഹെൻസ് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് കെയർ, ബട്ട് ഇൻ മെനി പീപ്പിൾ ടൂത്ത് അണ്ടർഗോസ് ഡീക്കേ. അതുകൊണ്ട് തന്നെ പല്ലുകൾ നമ്മൾ സംരക്ഷിക്കണം. പക്ഷേ ഒരുപാട് പേരിൽ പല്ലുകൾ കേടാവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഹൗ ടൂത്ത് ഡീക്കേസ്, എങ്ങനെയാണ് പല്ലുകൾ കേടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. മാർബിൾ എന്ന് പറയുന്നത് ഒരു ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം വെച്ചിട്ടുമാണ്. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് എ ഹാൻഡ് ലെൻസ്. അപ്പോൾ നമ്മളൊരു മാർബിൾ എടുത്ത് ഒരു ലെൻസ് വെച്ച് നമുക്ക് നോക്കാം. പുട്ട് ഇറ്റ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്നിട്ട് നമ്മൾ ഈ മാർബിൾ എടുത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡിലോട്ട് ഇടുക.
കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ലെൻസ് എടുത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ്. ദ റീസൺ ഇസ് ദാറ്റ് ആസിഡ് ഹാസ് റിയാക്റ്റഡ് വിത്ത് ദ കാൽഷ്യം കോമ്പൗണ്ട് ഇൻ മാർബിൾ. അപ്പോൾ ഈ മാർബിൾ തുരുമ്പെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് മാർബിളിലുള്ള കാൽഷ്യവും നമ്മൾ ഇട്ടത് ആസിഡിലാണല്ലോ, നമ്മൾ ആസിഡിലേക്കാണ് മാർബിളിനെ ഇട്ടത്. അപ്പോൾ ആ ആസിഡും ഈ മാർബിളിലുള്ള കാൽഷ്യവും തമ്മിൽ റിയാക്ട് ചെയ്തു. സിമിലർലി ടൂത്ത് എനാമൽ ഈസ് ഓൾസോ എ കാൽഷ്യം കോമ്പൗണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറത്ത് കവറിങ് ആയിട്ടുള്ള ഇനാമലും ഒരു കാൽഷ്യം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ലെയറാണ്. അപ്പോൾ അതും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പല്ലുകളും കേടായി മാറുന്നത്. നമുക്കൊരു കോൺവെർസേഷൻ നോക്കാം. ഒരു കുട്ടി പറയാണ്, എൻ്റെ സിസ്റ്ററിന് പല്ലിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ എന്ത് പറയുകയാണ്, നമ്മുടെ ഭക്ഷണം കഴിച്ച ശേഷം പല്ലുകൾ നന്നായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ അവിടെ ബാക്ടീരിയ വന്ന് ആ ഭക്ഷണത്തിനെ കഴിക്കാനായിട്ട് നോക്കും. ആ സമയത്ത് നമുക്ക് ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഒരുപാട് ലാക്റ്റിക് ആസിഡ് ഉണ്ടാകാനായിട്ട് കാരണമായി തീരും. ഈ ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ പല്ലിനെ എല്ലാം മോശമാക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. ഡോക്ടർ ഇതൊരു ഡെൻറ്റിസ്റ്റാണ്. പല്ലിനെ നോക്കുന്ന ആളുടെ പേരാണ് ഡെൻറ്റിസ്റ്റ്. പല്ലിനെ സംരക്ഷിക്കാനായിട്ടും പല്ലിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഡോക്ടറുണ്ട്, അതിനെയാണ് ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് ലാക്റ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണല്ലോ, ലാക്റ്റിക് ആസിഡ് അത്ര ശക്തിയില്ലാത്തൊരു ആസിഡാണല്ലോ, എന്നിട്ടും എന്താണ് നമ്മുടെ പല്ലുകളെല്ലാം കേടായി പോകുന്നത് എന്ന് ആ കുട്ടി ചോദിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ്, മാർബിള് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് തുരുമ്പെടുത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇനാമൽ കാൽഷ്യം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതും ലാക്റ്റിക് ആസിഡ്, അതൊരു ആസിഡാണല്ലോ, അപ്പോൾ അതുമായിട്ട് ചേർന്നാൽ നമ്മുടെ പല്ല് കേടാകുമെന്ന് പറയുകയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച ശേഷം എൻ്റെ പല്ല് നന്നായിട്ട് തേക്കാനായിട്ട് നോക്കും, പക്ഷെ ചില ദിവസങ്ങളിൽ ഒരു നല്ല മധുരമൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചിരുന്നാലും നിങ്ങളുടെ പല്ലുകൾ വൃത്തിയായിട്ട് കഴുകണം. എന്തായാലും നമ്മൾ മധുരം കഴിച്ച ശേഷം ഉറപ്പായിട്ട് നമ്മളിത് ചെയ്യണം. അങ്ങനെയില്ലെങ്കിൽ ബാക്ടീരിയകൾ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെയും ബ്രഷ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ശേഷം രാത്രിയും നമ്മൾ ബ്രഷ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വായ നമ്മൾ എന്ത് വന്നാലും ക്ലീൻ ആക്കി തന്നെ വെക്കണം, എന്ത് ഭക്ഷണം കഴിച്ചിരുന്നാലും എന്ന് നമ്മൾ ആ ഡെൻറ്റിസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തായാലും ചെയ്യുമെന്ന് ആ കുട്ടി സ്വയം പറയുകയാണ്. അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് നാക്കുകളെ പറ്റിയാണ്, ടങ്ങിനെ പറ്റിയാണ്. യു ഹാവ് ലേൺഡ് ഇൻ യുവർ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ടേസ്റ്റ് ബഡ്സ് ഓൺ ദ ടങ് ഹെൽപ്പ് us ടു ടേസ്റ്റ്. അപ്പം നമ്മൾ നാക്ക് ഉപയോഗിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയാൻ കാരണം തന്നെ നമ്മുടെ നാവാണ്. അപ്പോൾ നാവിൽ ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുമിളകൾ പോലെ ഇരിക്കുന്നവരാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാക്കിൽ മൊത്തം ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ബഡ്സ് ആണ് ടേസ്റ്റ് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ടങ്? അപ്പോൾ ടങ്ങിൻ്റെ മറ്റു ഫങ്ഷൻസ് എന്തെല്ലാമാണ്? ടങ് ഹെൽപ്പ് us in swallowing. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിനെ വിഴുങ്ങാനായിട്ട് സഹായിക്കുന്നത് ടങ്കാണ്. അതുമാത്രമല്ല ടങ് ഹെൽപ്സ് ടു മൂവ് ഫുഡ് ഇൻസൈഡ് ദ മൗത്ത് സോ ദാറ്റ് ദ ടീത്ത് ക്യാൻ chew it. അപ്പോൾ ടങ്ക് നമ്മുടെ ഭക്ഷണത്തിനെ പല സ്ഥലങ്ങളിലേക്ക്, വായുടെ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് കാരണം നമ്മുടെ പല്ലുകൾക്ക് വേഗം ഫുഡിനെ ചവച്ചരയ്ക്കാനായിട്ട് പറ്റുന്നു. നമ്മുടെ വായ്ക്കുള്ളിൽ സലൈവ ഉണ്ട്. സലൈവ എന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളം പോലെയുള്ള ഒരു ലിക്വിഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വായ്ക്കുള്ളിൽ, അതിനെയാണ് സലൈവ എന്ന് പറയുന്നത്. സലൈവ ദഹനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വായ്ക്കുള്ളിൽ സലൈവറി ഗ്ലാൻഡുകളുണ്ട്. ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥി എന്നാണ് അർത്ഥം. അപ്പോൾ ഗ്ലാൻഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഗ്ലാൻഡുകളെ പറ്റി പിന്നീട് പഠിക്കും. ഇപ്പോൾ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കകത്തെ സലൈവറി ഗ്ലാൻഡാണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫുഡ് ത്രൂ ഈസോഫാഗസ്. അപ്പോൾ ഈസോഫാഗസിൽ കൂടി പോകുന്ന ഭക്ഷണം. അപ്പോൾ ഈസോഫാഗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായ്ക്ക് ശേഷം ഒരു കുഴൽ പോലെയുണ്ട്. വായിൽ നിന്ന് വയറിലേക്ക് ഒരു കുഴലുണ്ട്. ആ കുഴലിനെയാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണത്തോടൊപ്പം ആ ഈസോഫാഗസ് വഴി സഞ്ചരിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാ നീണ്ട കുഴലിനെ അവിടെ ആ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മൗത്തിൽ നിന്ന് ആദ്യം ഈസോഫാഗസിൽ പോവും. ഈസോഫാഗസ് വഴിയാണ് പിന്നീട് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. The esophagus is a long tube that connects the mouth to stomach. മൗത്തിനെ സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈസോഫാഗസ് എന്ന് പറയുന്ന ട്യൂബ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ് ഉപയോഗിച്ചിട്ടാണ് ഈസോഫാഗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗസ് വാൾ ഹെൽപ്സ് ഫുഡ് ടു റീച്ച് ദ സ്റ്റൊമക്ക്. ദിസ് മൂവ്മെൻറ്റ് ഈസ് കാൾഡ് പെരിസ്റ്റോൾസിസ്. അപ്പോൾ ഫുഡ് ഈസോഫാഗസ് എന്ന കുഴൽ വഴി പോകുമ്പോൾ ആ ഈസോഫാഗസിൻ്റെ വാളുകളിൽ എന്ത് സംഭവിക്കും? വേവ് പോലുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും. തിരമാല പോലെയുള്ള ഒരു മൂവ്മെൻറ്റ്
മൂവ്മെൻ്റ് ഉണ്ടാകും. തിരമാല പോലെ മൂവ് ചെയ്യും ഈസോഫാഗസ്. അപ്പോൾ അതിനെ എങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെരിസ്റ്റോൾസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വേഗം ഭക്ഷണം വയറിലെത്താനായിട്ട് സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഈസോഫാഗസിൻ്റെ മൂവ്മെൻറ്റ് വേഗം വയറിലേക്ക് ഭക്ഷണം എത്താനായിട്ട് സഹായിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് ഫുഡ് ഇൻ സ്റ്റൊമക്, വയറിലെ ഭക്ഷണം. യു നോ ദ ഡൈജഷൻ ഓഫ് ദ ഫുഡ് ബിഗിൻസ് ഇൻ മൗത്ത് ആൻഡ് ഇറ്റ് റീച്ചസ് ദ സ്റ്റൊമക് ത്രൂ ദ ഈസോഫാഗസ്. അപ്പോൾ നമ്മുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിൽ വെച്ചിട്ടാണ്, പിന്നീട് അത് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. ഡൈജഷൻ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ. നമ്മൾ വായിൽ ഭക്ഷണം എടുക്കുന്നതിനെയാണ് ഈജഷൻ എന്ന് പറയുന്നത്. പിന്നെ ദഹനം എന്നുള്ളതാണ് ന്യൂട്രീഷൻ്റെ സെക്കൻഡ് സ്റ്റേജ്. അത് വയറിലാണ് നടക്കുന്നത്. പാർഷ്യലി ഇൻ ദ സ്റ്റൊമക്, അതായത് മുഴുവനായിട്ടും ദഹനം നടക്കുന്നത് വയറിലല്ല, എന്നാൽ കുറച്ച് ദഹനം നടക്കുന്നത്, പാർഷ്യലായിട്ട് ദഹനം നടക്കുന്നത് വയറ് വെച്ചിട്ടാണ്. വയറിൽ 4 മുതൽ 5 മണിക്കൂർ വരെ നമ്മൾ കഴിച്ച ഭക്ഷണം നിലനിൽക്കും. ഡ്യൂ ടു പെരിസ്റ്റോൾസിസ് മൂവ്മെൻറ്റ് ഓഫ് സ്റ്റൊമക് വാൾ ദ ഫുഡ് ഈസ് ടേൺഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. അപ്പോൾ നമ്മൾ നേരത്തെ ഈസോഫാഗസ് ഇങ്ങനെ ഒരു തിരമാലകൾ പോലെ ഇങ്ങനെ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വയറിലുമുണ്ട് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ്, പെരിസ്റ്റോൾസിസ് മൂവ്മെൻറ്റ്. അത് ഫുഡിനെ വേസ്റ്റ് ആക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്നു. വയറിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്ലാൻഡ്സ് ഇൻ ദ സ്റ്റൊമക് വാൾ ഫെസിലിറ്റേറ്റ് ഡൈജഷൻ. അപ്പോൾ വയറിൽ നിന്നുണ്ടാക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ് ഡൈജഷന് ഒരുപാട് സഹായിക്കുന്നു. സ്റ്റൊമക് വാൾ ഓൾസോ പ്രൊഡ്യൂസസ് സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ വയറിൻ്റെ ഭിത്തികളിൽ നിന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടാകാറുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രോട്ടീൻ്റെ ഡൈജഷനും വയറിലുള്ള ചില അസുഖകാരികളായ പാതജൻസിനെ കൊല്ലാനും സഹായിക്കുന്നു, ഡിസ്ട്രക്ഷൻ നടത്താനും സഹായിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പോൾ ചെറുകുടൽ. ഹ്യൂമൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് 5 to 6 മീറ്റർ ലോങ്. 5 മുതൽ 6 സെൻറ്റിമീറ്റർ നീളമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ, മനുഷ്യൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ളത്. ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഈസ് കംപ്ലീറ്റഡ്. അപ്പോൾ ചെറുകുടലിൽ വെച്ചാണ് ഡൈജഷൻ, ദഹനം കംപ്ലീറ്റ് ആയി മാറുന്നത്. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഓൾസോ ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ അബ്സോർബും ചെയ്യുന്നു. ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് pancreatic juice produced by the pancreas are mixed with partially digested food in the first part of small intestine. This complete the digestion of food. അപ്പോൾ ലിവർ ഉണ്ടാക്കുന്ന ബൈലും ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസാണ് ബൈല്. അതുപോലെ തന്നെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജ്യൂസാണ് പാൻക്രിയാറ്റിക് ജ്യൂസ്. ഇത് രണ്ടും വയറിൽ വെച്ച് പാർഷ്യലി ഡൈജസ്റ്റ് ആയ, കുറച്ച് ഡൈജസ്റ്റ് ആയ ഭക്ഷണവുമായിട്ട് മിക്സ് ആവുന്നു. ഇത് നമ്മുടെ വയറിൽ കുറച്ച് ഡൈജഷൻ നടത്തി, പാർഷ്യൽ ഡൈജഷൻ നടത്തി വന്ന ഭക്ഷണം നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ബൈൽ ഉണ്ടാക്കുന്ന ബൈൽ ജ്യൂസുമായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഫസ്റ്റ് പാർട്ടിൽ വെച്ച് മിക്സ് ആകുന്നു, നന്നായിട്ട് മിക്സ് ആകുന്നു. ഇങ്ങനെയാണ് ദഹനം കംപ്ലീറ്റ് ആകുന്നത്. നമ്മുടെ വയറിൽ കുറച്ച് ഡൈജസ്റ്റ് ആയ ഭക്ഷണം സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ആദ്യത്തെ ഭാഗത്ത് എത്തുന്നു. അവിടെ തന്നെ ലിവർ ഉണ്ടാക്കിയ ബൈൽ ജ്യൂസും പാൻക്രിയാസ് ഉണ്ടാക്കിയ പാൻക്രിയാറ്റിക് ജ്യൂസും എത്തുന്നു. ആ ആദ്യ ഭാഗത്ത് വെച്ച് ഇവരെല്ലാം തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ടാണ് അവിടെ വെച്ച് ദഹനം ചെറുകുടലിൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ദഹനം കഴിഞ്ഞാൽ ഉടനെ അടുത്ത് എന്താണ്, ഈ ദഹിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാനായിട്ട് നോക്കുന്നു. അതിന് സഹായിക്കുന്നവരുടെ പേരിലാണ് വില്ലൈ എന്ന് പറയുന്നത്. വില്ലൈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിറയുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഭിത്തികളിൽ മൊത്തം വില്ലൈ ഉണ്ട്. വില്ലൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറിയൊരു വിരലുകൾ പോലെ പൊങ്ങി ഇരിക്കുന്നതാണ്. അവിടെ ആ പിക്ചറിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അവ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത് വില്ലൈ വെച്ചിട്ടാണ്. ദിസ് ഈസ് ദ തേർഡ് സ്റ്റേജ് ന്യൂട്രീഷൻ ആൻഡ് ദ പ്രോസസ് ഈസ് കാൾഡ് അബ്സോർപ്ഷൻ. അങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ ന്യൂട്രിയൻസിനെ വില്ലൈ ഉപയോഗിച്ചുകൊണ്ട്, ഈ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള വില്ലൈ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ദ ന്യൂട്രിയൻസ് ദാറ്റ് റീച്ച് ദ ബ്ലഡ് ബിക്കം പാർട്ട് ഓഫ് ദ ബോഡി. അങ്ങനെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ദിസ് ഈസ് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് അസിമിലേഷൻ. അങ്ങനെ അബ്സോർബ് ചെയ്യപ്പെട്ട ഭക്ഷണം ബ്ലഡിലേക്ക് എത്തുന്നു, ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തുന്നു, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ന്യൂട്രിയൻസ് ഉപയോഗിക്കുന്നു. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഈ ഡൈജഷൻ നടന്ന ഫുഡിൽ ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വേസ്റ്റ് കാര്യങ്ങളും കാണും. അതിന് നമ്മുടെ ശരീരം പുറത്തേക്ക് കളയും. അതറിയാമല്ലോ, അങ്ങനെയുള്ള ഭക്ഷണത്തിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. നമ്മുടെ ശരീരത്തിന് എലിമിനേറ്റ് ചെയ്ത് കളയും. അതെങ്ങനെയാണെന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്.
ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഡൈജഷൻ നടന്ന ഭക്ഷണത്തിൽ ബാക്കി വന്ന കാര്യങ്ങൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യുന്നു. വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോകുന്നു. അത് കഴിഞ്ഞ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഈ നമ്മൾ ഡൈജഷൻ നടത്തി ഇനി വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങളുള്ള വാട്ടറും സോൾട്ടും എല്ലാം വീണ്ടും അബ്സോർബ് ചെയ്യുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് വാട്ടറും സോൾട്ടും എല്ലാം അബ്സോർബ് ചെയ്യുന്നു. ഈ ഡൈജഷൻ നടത്തി ബാക്കി വന്ന ഭക്ഷണത്തിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണത്തിലുള്ള വാട്ടറിനെയും സോൾട്ടിനെയും അബ്സോർബ് ചെയ്യുന്നു ലാർജ് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്. എന്നിട്ട് ബാക്കി വന്ന വേസ്റ്റിനെ റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നു. ഏറ്റവും അവസാനം ബാക്കി വന്ന വേസ്റ്റിന് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ റെക്റ്റം എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ, ആ റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഏനസ് വഴി പുറത്തേക്ക് കളയും. This is the fifth stage of nutrition and this is the process of digestive waste removal from our body is called digestion. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്ന പ്രോസസ്സിനെയാണ് ഇജഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ ചാർട്ട് നോക്കാം. ആദ്യം ഇൻജഷൻ, പിന്നെ ഡൈജഷൻ, പിന്നെ അബ്സോർപ്ഷൻ, പിന്നെ അസിമിലേഷൻ, പിന്നെയാണ് ഇജഷൻ. നമ്മൾ ആ പാർട്സ് ഐഡൻറ്റിഫൈ ആണ്. എ ആണ് മൗത്ത്, ബി ഈസോഫാഗസ്, സി സ്റ്റൊമക്ക്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, റെക്റ്റം ഉണ്ട്. ഇത്രയും പാർട്സാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് വേറെ ജീവികളിലൊക്കെ എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു അമീബയാണ് കാണിച്ചിരിക്കുന്നത്. അമീബയിൽ എങ്ങനെയാണ് ന്യൂട്രീഷൻ നടക്കുന്നതെന്നാണ്. അമീബയുടെ അടുത്ത് ഒരു ഫുഡ് വന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം അമീബ ആ ഭക്ഷണത്തെ അകത്തേക്ക് അങ്ങ് വലിച്ചെടുക്കും. അതിനെയാണ് ഇൻജഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ അത് ദഹിപ്പിക്കും. അതാണ് ഡൈജഷൻ. പിന്നീട് അതെന്ത് ചെയ്യും? അതിനെ അബ്സോർപ്ഷൻ നടത്തും. അതിനെ പിന്നീട് അസിമിലേഷൻ, തൻ്റെ ബോഡിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ കഴിച്ച ഭക്ഷണം ഉപയോഗിക്കും. പിന്നെ അതിനെ നമ്മൾ പുറത്തേക്ക് കളയും. അത് ശരീരത്തിലെ ഒരൊറ്റ സെല്ലാണ് ഉള്ളത് അമീബയിൽ. ആ ഒരു സെല്ലിൻ്റെ പുറത്തേക്ക് കളയുന്നതിനെയാണ് ഇജഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവരെല്ലാം സിംഗിൾ സെൽഡ് ആയതുകൊണ്ട് തന്നെ അമീബ പോലുള്ളവരെല്ലാം ഒരു സെല്ലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ നേരത്തെ കണ്ടുപോലുള്ള ഓർഗൻസ് ഒന്നും ഇല്ല. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ അവർക്ക് ഇല്ല. മനുഷ്യർക്ക് ഭക്ഷണമില്ലാതെ ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഒരു ദിവസമെല്ലാം ഭക്ഷണമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരുപാട് കാലം നമുക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമുക്കിവിടെ പിക്ചറിൽ ഒരു മാനും കുറച്ച് ആനിമൽസും എല്ലാം കടലിനടിയിലുള്ളതായിട്ട് കാണിക്കും. എന്നാൽ ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ വെള്ളത്തിനടിയിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഫിഷസിനെല്ലാം ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒന്നും കൊണ്ടല്ല വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്നത്. കാരണം അവർക്ക് ഗിൽസ് ഉണ്ട്. ഗിൽസ് അവർക്ക് വെള്ളത്തിൽ നിന്ന് ഓക്സിജനെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കാനായിട്ട് സഹായിക്കുന്നു. എന്നാൽ നമുക്ക് മനുഷ്യർക്ക് അങ്ങനെ ഗിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോയാൽ മാത്രമേ പറ്റൂ. നമുക്ക് റെസ്പിറേഷൻ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ശരി, ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.